കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ ഇസ്രായേൽ ജനതയെക്കുറിച്ച്, അതിൻ്റെ പല അർത്ഥങ്ങളെക്കുറിച്ച്, ഇസ്രായേൽ എന്ന പേരിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച്, യാക്കോബിനോട് ബന്ധപ്പെടുത്തി എങ്ങനെ ഇസ്രായേൽ എന്ന പേര് മനസ്സിലാക്കണം എന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. ഈ ഒരു വിവരണങ്ങളൊക്കെ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ബൈബിളിൻ്റെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകത്തിലേക്കാണ്. ഉൽപ്പത്തി പുസ്തകത്തെപ്പറ്റി പൊതുവായിട്ട് പറഞ്ഞാൽ, പുറപ്പാട് പുസ്തകം തുടങ്ങുമ്പോഴാണ് ഇസ്രായേൽ എന്ന ഒരു ജനതയെ നമ്മൾ കാണുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് ഈ പുറപ്പാട് ഗ്രന്ഥത്തിൻ്റെ ആമുഖ വിവരണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. പുറപ്പാടിൻ്റെ മാത്രമല്ല, പിന്നീട് വരുന്ന എല്ലാ പുസ്തകങ്ങളുടെയും, പ്രത്യേകിച്ച് പഞ്ചഗ്രന്ഥിയിലെ മറ്റ് 4 പുസ്തകങ്ങളുടെയും ആമുഖ വിവരണങ്ങളാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുക. ഉൽപ്പത്തിയുടെ പുസ്തകം എന്ന് പറയുന്നത് ആ പേര് തന്നെ അർത്ഥമാക്കുന്നത് പോലെ ഉത്ഭവങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, മനുഷ്യവർഗത്തിൻ്റെ ഉത്ഭവം, ഇത് രണ്ടുമാണ് 1ഉം 2ഉം അധ്യായങ്ങളിൽ വിവരിക്കുന്നത്. തുടർന്ന് 3 മുതലുള്ള അധ്യായങ്ങളിൽ മനുഷ്യവർഗത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ലോകത്ത് തിന്മ എങ്ങനെ ഉത്ഭവിച്ചു എന്ന് വിവരിക്കുന്ന ഭാഗങ്ങളാണ്. പിന്നീട് 12 മുതലുള്ള അധ്യായങ്ങൾ പൂർവ്വ പിതാക്കന്മാരുടെ, അതായത് ഇസ്രായേലിൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ്. നിങ്ങൾക്ക് നന്നായിട്ടറിയാം, അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, പിന്നെ യാക്കോബിൻ്റെ 12 മക്കളുടെ ചരിത്രമാണ് ഉൽപ്പത്തിയുടെ 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുക. ഈ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തിൻ്റെ ആമുഖമായിട്ട് നിൽക്കുന്നതാണ് ഉൽപ്പത്തിയുടെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ. ഈ അധ്യായങ്ങളുടെ സാങ്കത്യം എന്ത്? അല്ലെങ്കിൽ 1ഉം 2ഉം അധ്യായങ്ങളിൽ വിവരിക്കുന്ന സൃഷ്ടി വിവരണത്തിൻ്റെ, തുടർന്നുള്ള ആദത്തിൻ്റെ ഹവയുടെയും വീഴ്ചയുടെ വിവരണങ്ങൾ, കായൻ്റെയും ആബേലിൻ്റെയും ചരിത്രങ്ങൾ, നോഹയുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കം, ബാബേൽ ഗോപുരം തുടങ്ങിയ അനേകം കാര്യങ്ങളിലൂടെ ഇസ്രായേൽ ജനത്തെ പരിചയപ്പെടുത്തുകയാണ് ഗ്രന്ഥകാരൻ ചെയ്യുക. ആ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഉൽപ്പത്തിയുടെ 1 മുതലുള്ള 11 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുക. ഉത്ഭവങ്ങളുടെ പുസ്തകമാണെന്ന് ഞാൻ പറഞ്ഞു ഉൽപ്പത്തിയുടെ ഗ്രന്ഥം. ആ പേര് തന്നെ അത് അർത്ഥമാക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്ന ഒരു വാക്കാണ് ഗനേസിയോസ്, അല്ലെങ്കിൽ ഗനേസിസ് എന്ന് പറയുന്ന വാക്ക്. അതാണ് പിന്നീട് ജനേസിസ് എന്ന പേരിൽ ഉൽപ്പത്തി എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്ന വാക്ക്. ഒറിജിൻസ്, ബുക്ക് ഓഫ് ഒറിജിൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തെ വിളിക്കാം. ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഉത്ഭവങ്ങളുടെ ചരിത്രം പറയുന്നതിൻ്റെ അവസാനം ഇസ്രായേലിൻ്റെ പിതാമഹന്മാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അവതരിപ്പിക്കുകയാണ് ഗ്രന്ഥകർത്താവ് ചെയ്യുന്നത്. ഇസ്രായേൽ ജനത ഒരു വ്യക്തിയിലൂടെ കടന്നു വന്ന് പല കുടുംബങ്ങളായി, പല തലമുറകളായി വലിയൊരു ജനതയായി ഉത്ഭവിച്ചു. അതിൻ്റെ ആദ്യ ചരിത്രമാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന അതിൻ്റെ ആദ്യ ഭാഗങ്ങളാണ്. ആദ്യ ചരിത്രം എന്ന് വിളിക്കുന്ന ഭാഗങ്ങൾ, പ്രൈമവൽ ഹിസ്റ്ററി, ചരിത്രാതീത കാലഘട്ടത്തിൻ്റെ ചരിത്രം. ഇത് പറയുമ്പോൾ ഒരു കാര്യം ആദ്യമേ ഒന്ന് പറയേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ചരിത്രങ്ങൾ എപ്പോഴും എഴുതപ്പെടുന്നത് വസ്തുതകൾ വെച്ചുകൊണ്ടാണ്. ആ ഒരു രീതിയിൽ ഉൽപ്പത്തിയുടെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ വിലയിരുത്തിയാൽ ഒട്ടും ശരിയാവില്ല. കാരണം ചരിത്രാതീത കാലഘട്ടത്തെക്കുറിച്ചാണ് അത് പരാമർശിക്കുക. വസ്തുതകൾ മനുഷ്യന് ലഭ്യമല്ലാത്തൊരു കാലഘട്ടം. ദൈവം എന്ന് ലോകം സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു, മനുഷ്യൻ എന്ന് സൃഷ്ടിക്കപ്പെട്ടു, ഭൂമിയിൽ തിന്മ എങ്ങനെ ഉത്ഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്നത്തെ കാലത്ത് നിലവിലിരുന്ന പാരമ്പര്യങ്ങളുടെ വെളിച്ചത്തിൽ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് 1 മുതലുള്ള അധ്യായങ്ങൾ. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ വലിയ ദൈവിക സത്യങ്ങൾ ഒരു കഥയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയാണ് ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങളിൽ. അതുകൊണ്ട് ആ കഥയുടെ വ്യത്യസ്തമായ മേഖലകൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിലൂടെ കടന്നു വരുന്ന ദൈവിക സത്യങ്ങൾക്കാണ്. ഉൽപ്പത്തിയുടെ 1-ാം അധ്യായത്തിലെ സൃഷ്ടി വിവരണം ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ ഒരു റിവേഴ്സ് ഓർഡറിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. വിപ്രവാസ കാലഘട്ടത്തിൽ, അതായത് ബാബിലോൺ വിപ്രവാസ കാലഘട്ടത്തിലായിരിക്കണം ഇസ്രായേലിൽ. ആ കാലഘട്ടത്തിൽ അതിൻ്റെ അവസാന രൂപത്തിൽ എഴുതപ്പെട്ടവയാണ് പഞ്ചഗ്രന്ഥി. അനേകം നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന പാരമ്പര്യങ്ങൾ, വാമൊഴിയായും വരമൊഴിയായും കടന്നു വന്ന പാരമ്പര്യങ്ങൾ അവസാനം ക്രോഡീകരിക്കപ്പെട്ടത് മിക്കവാറും 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ട് BC-യിലോ ആണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പിറകോട്ട് തിരിഞ്ഞു നോക്കുകയാണ്
ഇവർ ഗ്രന്ഥകർത്താക്കൾ ചെയ്യുക. അപ്പോൾ സൃഷ്ടി വിവരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. ഈ ദൈവം പിതാക്കന്മാരുടെ ദൈവമാണ്. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം തുടങ്ങുമ്പോൾ ദൈവം മോശയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് എന്നാണ്. പിന്നീട് തുടർന്ന് വരുന്ന പുസ്തകങ്ങളിലൊക്കെയും ഈജിപ്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവമാണ് ഞാനെന്നാണ് യഹോവ തന്നെ പരിചയപ്പെടുത്തുക. ഇനി അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് 12 മുതൽ 50 വരെയുള്ള ഉൽപ്പത്തിയുടെ അധ്യായങ്ങളിൽ നമ്മൾ കാണുക. ഈ ദൈവം തന്നെയാണ് ഇസ്രായേലിൻ്റെ സത്യദൈവമായ യഹോവ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് സൃഷ്ടി വിവരണങ്ങൾ. മനുഷ്യൻ്റെ സൃഷ്ടിയും ജീവൻ്റെ ഉൽപ്പത്തിയുമൊക്കെ ഈ ദൈവത്തിൻ്റെ യഥാർത്ഥ ജീവിക്കുന്ന സത്യദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം. ഇത് പറയാനൊരു കാരണമുണ്ട്. അന്നത്തെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽക്കാർ ബാബിലോൺ അടിമത്തത്തിലാണ്. അവരുടെ ചിന്തയിൽ, ആ കാലഘട്ടത്തിൻ്റെ ചിന്തയിൽ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ദേവൻ തോൽപ്പിക്കപ്പെട്ട രാജ്യത്തിൻ്റെ ദൈവത്തിൻ്റെ മേൽ അധീശത്വം നേടുന്നതിൻ്റെ അടയാളങ്ങളാണ്. അന്നങ്ങനെയാണ് അതിനെ കരുതിയിരുന്നത്. ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ടാണ് അന്ന് കരുതിയിരുന്നത്. സ്വാഭാവികമായിട്ടും ഇസ്രായേൽക്കാരുടെ ഇടയിലെ ബാബിലോൺ അടിമത്ത കാലത്ത് ഉയർന്നൊരു ചോദ്യമുണ്ട്. യഹോവ ഞങ്ങളുടെ ദൈവം, ഈ ഉടമ്പടിയുടെ ദൈവം ബാബിലോൺ ദൈവമായ മർദൂക്കിനേക്കാൾ ശക്തി കുറഞ്ഞവനാണ്, അല്ലെങ്കിൽ മർദൂക്കാണോ ശക്തിമാൻ? ദൈവം ഞങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങളൊക്കെ എവിടെ പോയി? ദൈവത്തിൻ്റെ ശക്തി ഇല്ലാതായോ? ഇതിന് ഗ്രന്ഥകാരൻ കൊടുക്കുന്ന വളരെ മനോഹരമായ ഉത്തരമാണ് സൃഷ്ടി വിവരണം. ആ ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് സർവ്വദൈവങ്ങളുടെ മേലും ജനതകളുടെ മേലും ആധിപത്യമുള്ള ദൈവമാണെന്ന് ഇസ്രായേൽ ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന, അവരുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ഭാഗമാണ് സൃഷ്ടി വിവരണത്തിലൂടെ നമ്മൾ കാണുക. ഇസ്രായേലിൻ്റെ ദൈവം വെറും തോൽപ്പിക്കപ്പെട്ട ഒരു ദൈവമല്ലെന്നും ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നും പിതാക്കന്മാരുടെ ദൈവം തന്നെയാണ് ഒരൊറ്റ വാക്കാൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വമാണ് അവിടെ വെളിവാക്കപ്പെടുക. തുടർന്ന് വരുന്ന വിവരണങ്ങളിൽ എല്ലാം ചെന്ന് നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ പിതാമഹന്മാരിലേക്കാണ്. അതിലെ വളരെ പ്രത്യേകമായി ഉൽപ്പത്തിയുടെ 11 അധ്യായങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് അബ്രാഹം എന്നൊരൊറ്റ വ്യക്തിയിലേക്കാണ്. ഈ ഭാഗങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് അബ്രാഹത്തെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന് സ്വാഭാവികമായ ഒരു ഡിവിഷനാണ് ആദ്യ ചരിത്രവും പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രവും. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളും 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളും. ഈ ആദ്യ ചരിത്രത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. 9-ാം അധ്യായത്തിൽ 10-ാം അധ്യായത്തിലും അതിൻ്റെ സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, നോഹയ്ക്ക് വെള്ളപ്പൊക്കത്തിന് ശേഷം ജനിച്ച മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ തലമുറയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വെള്ളപ്പൊക്കത്തിന് മുൻപും വെള്ളപ്പൊക്കത്തിന് ശേഷവും എന്നൊരു സ്വാഭാവികമായ ഒരു ഡിവിഷൻ ഉൽപ്പത്തി പുസ്തകം തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? സൃഷ്ടി വിവരണത്തിന് ശേഷം ആദവും ഹവ്വായും തെറ്റ് ചെയ്തതും പാപത്തിൽ വീഴുന്നതും നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് കായൻ്റെയും ആബേലിൻ്റെയും ചരിത്രം നമ്മൾ കാണുന്നു. അവരുടെ തലമുറ വളർന്ന് ആബേലിന് പകരം സേത്ത് എന്ന് പറയുന്ന കുഞ്ഞ് ജനിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കായൻ്റെ തലമുറ ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി മറ്റൊരു വലിയ ജനതയായിട്ട് മാറുന്നതും ഉൽപ്പത്തിയുടെ 4-ാം അധ്യായത്തിൽ നമ്മൾ 4-ും 5-നുമൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ ആദത്തിനും ഹവ്വയ്ക്കും ശേഷം ലോകത്ത് 2 തലമുറകൾ വളർന്നു വരുന്നുണ്ട്. ഒന്ന് നീതിമാന്മാരുടെ ഒരു തലമുറ, അതാണ് ആബേലിൽ നിന്ന് സേത്തിലൂടെ മുന്നോട്ട് പോകുന്ന തലമുറ. അതിൽ നിന്നാണ് നോഹ ജനിക്കുന്നത്. മറ്റൊരു തലമുറ കായേനിൻ്റെ സന്തതി പരമ്പരയാണ്. അവർ തിന്മ പ്രവർത്തിക്കുന്ന ഒരു ജനതയായിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള ഈ ഡിവിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേൽ ആരാണ്? വെള്ളപ്പൊക്കത്തിന് ശേഷമുണ്ടായ നീതിമാന്മാരുടെ തലമുറയിൽ നിന്ന് ജനിച്ചവനാണ് അബ്രാഹം. അതിൻ്റെ ഇടയിലാണ് 2 പ്രത്യേക സംഭവങ്ങൾ അബ്രാഹത്തിൻ്റെ വിളിയെ വിവരിക്കുന്നതിന് മുൻപ് ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരൻ ചേർത്ത് വച്ചിരിക്കുന്നത്. ഒന്ന്, നോഹ വീഞ്ഞു കുടിച്ച് കിടക്കുന്നതും അവിടെ മക്കൾ പോയി കാണുന്നതും ഹാമിൻ്റെ മകനായ കാനാൻ പിതാവിൻ്റെ ശാപം ഏറ്റുവാങ്ങുന്നതൊക്കെ ഒരു വിവരണം നമ്മൾ കാണുന്നുണ്ട്.
എന്തിനാണ് ഈ വിവരണം പറയുക? ഒരൊറ്റ ലക്ഷ്യമാണ് അവിടെയുള്ളത്. ഇതിലൂടെ ഹാമും കാനാനും ശപിക്കപ്പെട്ടവരായി അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കാത്തവരായി മാറിയെന്നും പിതാവിൻ്റെ നഗ്നത മറച്ച ഷേം അനുഗ്രഹിക്കപ്പെട്ട മകനായി മാറിയെന്നും പറയാൻ വേണ്ടിയാണ്. കാരണം ഷേമിൽ നിന്നാണ് അബ്രാഹത്തിൻ്റെ തലമുറ ഉത്ഭവിക്കുന്നത്. അല്ലെങ്കിൽ ഷേം എന്ന് പറയുന്നത് അബ്രാഹത്തിൻ്റെ പൂർവ്വപിതാവായിട്ട് വരുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ സംഭവം ബാബേൽ ഗോപുരത്തിൻ്റെ ചരിത്രമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്, മറിച്ച് എന്തിനു വേണ്ടിയാണ് ബാബേൽ ഗോപുരത്തിൻ്റെ ചരിത്രം ഉൽപ്പത്തിയുടെ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിന് ശേഷം അബ്രാഹത്തിൻ്റെ വിളിയുടെയും ഇടയിലായി ഈ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇസ്രായേൽ ജനത്തുണ്ടാകുന്നൊരു സംശയം, അതായത് ഇവരുടെ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകുന്നൊരു സംശയം, ഊർ ദേശക്കാരനായ അബ്രാഹാം എങ്ങനെ ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കുമ്പോൾ ഹാരാൻ ദേശത്തെത്തി? ഇത് രണ്ടും രണ്ട് സ്ഥലങ്ങളാണ്. അതിനുള്ള ഉത്തരമാണ് ബാബേൽ ഗോപുരം കൊടുക്കുക. അബ്രാഹത്തിൻ്റെ പിതാവ് ഊർ ദേശത്ത് നിന്ന് ഹാരാനിലേക്ക് പോയത്, ആ മൈഗ്രേഷൻ്റെ കാരണമാണ് ബാബേൽ ഗോപുരത്തിൻ്റെ വിവരണത്തിലൂടെ ഉൽപ്പത്തിയുടെ ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഊർ എന്ന ദേശത്ത്, ഊർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇറാഖിലുള്ളൊരു സ്ഥലമാണ്, ബാഗ്ദാദിന് അടുത്തുള്ളൊരു സ്ഥലമാണ് ഊർ. അവിടെ കാണപ്പെടേണ്ട തേരായും കുടുംബവും അബ്രാഹുമൊക്കെ എങ്ങനെ അവിടെ അല്ലാതെ മറ്റൊരു ദേശത്ത്, അതിന് പുറത്ത് മറ്റൊരു ദേശത്ത് അവർ കാണപ്പെട്ടു, ഹാരാന്? അതിൻ്റെ കാരണമാണ് ബാബേൽ ഗോപുരത്തിൻ്റെ വിവരണത്തിലൂടെ ഗ്രന്ഥകർത്താവ് നൽകുക. കാരണം അതിലൂടെ ജനതകൾ മുഴുവൻ, ലോകം മുഴുവനിലേക്കും ചിതറിക്കപ്പെട്ടു. അങ്ങനെയുണ്ടായ ഒരു മൈഗ്രേഷനിലാണ് തേരായും കുടുംബവും ഊർ ദേശം വിട്ട് ഹാരാനിൽ എത്തിയത് എന്നതാണ് അതിൻ്റെ യഥാർത്ഥ സന്ദേശം. ഇസ്രായേലിൻ്റെ പിതാമഹന്മാരുടെ ചരിത്രത്തിൽ അതിൻ്റെ വിവരണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇവർ ലോകത്തിൻ്റെ ആ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ഇവരെവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു? ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ആൻഡ് ദെയർ ആൻസസ്റ്റേഴ്സ് ബിലോങ് ടു ദി പോസ്റ്റ് ഡിലൂവിയൻ പീപ്പിൾ. നീതിമാന്മാരുടെ ഗണത്തിൽ പെട്ടവരാണ്. ആ ഗണം ദൈവത്താൽ നേരിട്ട് സൃഷ്ടിക്കപ്പെട്ട ആദത്തിലും ഹവ്വയിലേക്കും ചെന്ന് നിൽക്കുന്നു. ഇസ്രായേൽ എന്ന ജനം ഉത്ഭവിക്കുന്നത് അനേകം നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ല. അവർ ഉത്ഭവിക്കുന്നത് ദൈവം ലോക സൃഷ്ടി നടത്തിയ സമയത്ത് തന്നെയാണ്. അവിടെയാണ് അവരുടെ യഥാർത്ഥ ഉത്ഭവം. ഈ നീതിമാന്മാരുടെ തലമുറ ചെന്ന് നിൽക്കുന്നത് ആദത്തിലേക്കാണ്. അപ്പോൾ ലോകത്തിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ തന്നെ ഇസ്രായേൽ എന്ന ജനതയുടെ ചരിത്രവും ആരംഭിക്കുന്നു എന്നതാണ് ഈ ആദ്യ ചരിത്രത്തിലെ വിവരണങ്ങളുടെ പ്രത്യേകത. പിന്നീട് ആദ്യ ചരിത്ര വിവരണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ പിതാമഹന്മാർ, അബ്രാഹത്തിൻ്റെ വിളി തുടങ്ങിയുള്ള വിവരണങ്ങൾ നമ്മൾ പിന്നീട് കാണുക. അവിടെ മറ്റ് ജനതകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ജനതകൾ ഈ ഗണത്തിൽപ്പെട്ടവരല്ല. ഇവരിങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗണമായി മാറുന്നത് ദൈവം അബ്രാഹത്തെ വിളിച്ച് വേർതിരിക്കുമ്പോഴല്ല, അതിനു മുൻപ് തന്നെ, ലോക സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ അവർ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട് വന്ന ജനതയാണെന്നുള്ള സൂചനയാണ് ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ സൃഷ്ടി വിവരണങ്ങൾക്കും മറ്റ് ആദ്യ 11 അധ്യായങ്ങളുള്ള വിവരണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇസ്രായേൽ അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രത്യേക സ്ഥാനമുള്ള ഒരു ജനതയാണ്. അവരുടെ പൂർവ്വപിതാക്കന്മാർ നീതിമാന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. തിന്മ പ്രവർത്തിച്ച് ദൈവത്തെ ധിക്കരിക്കുന്ന ഒരു തലമുറയിൽ നിന്നല്ല ഇസ്രായേൽ രൂപപ്പെട്ടു വരിക. അതുകൊണ്ടാണ് വെള്ളപ്പൊക്കത്തിൻ്റെ ചരിത്രമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമായിട്ട് മാറുക. അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു അവതരണമായിട്ട് വേണം നമ്മൾ ഉൽപ്പത്തിയുടെ ഗ്രന്ഥം വായിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ. ഇസ്രായേലിൻ്റെ വിശ്വാസത്തോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ദൈവശാസ്ത്ര ചിന്തകളും പിന്നീട് ഇസ്രായേൽ ജനതയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ, അവരുടെ ആഴമേറിയ ദൈവാനുഭവത്തിൻ്റെ ഭാഗമായ അടിസ്ഥാനപരമായ ചില ദൈവശാസ്ത്ര ചിന്തകളും ഉൽപ്പത്തിയുടെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുക. ഒന്നാമത്തേത്, ദൈവം സൃഷ്ടിച്ച ലോകം അത് നല്ലതാണെന്നും ദൈവത്താലല്ല തിന്മ സൃഷ്ടിക്കപ്പെട്ടതെന്നുമുള്ള വ്യക്തമായ സൂചനയാണ് സൃഷ്ടി വിവരണങ്ങൾ നമുക്ക് നൽകുക. മനുഷ്യൻ്റെ അനുസരണക്കേട് മൂലമാണ് തിന്മ ലോകത്ത് പ്രവേശിച്ചതെന്നും
തിന്മയാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരിക്കലും തകരപ്പെടില്ലെന്നുമാണ് ഈ അധ്യായങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിവാക്കി തരുന്ന ഒരു സന്ദേശം. സ്വാഭാവികമായിട്ടും തിന്മ പ്രവർത്തിച്ച മനുഷ്യനെ ദൈവം ശിക്ഷണത്തിലൂടെ കടത്തിവിടുന്നുണ്ട്. അതുമൂലം ഒരിക്കലും ദൈവം മനുഷ്യനെ തകർത്ത് കളയുന്നില്ല. ദൈവത്തിൻ്റെ ശിക്ഷണം, ചിലപ്പോൾ നമ്മളതിനെ പണിഷ്മെൻ്റ് എന്ന് വിളിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പണിഷ്മെൻ്റ് അല്ല, ശിക്ഷണമാണ്, ഒരു വിശുദ്ധീകരണ പ്രക്രിയയാണ്. God never destroys humankind. He purifies them. That means ദൈവത്തിൻ്റെ ശിക്ഷണം അല്ലെങ്കിൽ ശിക്ഷ മനുഷ്യവർഗത്തിന് നാശകരമായി മാറുന്നില്ല എന്നത് വളരെ പ്രത്യേകതയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇതുതന്നെയാണ് പിന്നീടുള്ള ഇസ്രായേലിൻ്റെ ജീവിതാനുഭവവും. അവർ തിന്മ പ്രവർത്തിച്ച് ദൈവത്തിന് അകലുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ട്, ശിക്ഷണത്തിലൂടെ കടത്തിവിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ബട്ട് ഗോഡ് നെവർ ഡിസ്ട്രോയ്സ്. ദൈവത്തിൻ്റെ ശിക്ഷണം മനുഷ്യവർഗത്തിൻ്റെ ഉപരി നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് ഇസ്രായേലിൻ്റെ അതേ ജീവിതാനുഭവം കണ്ടുകൊണ്ടാണ്. വെളിപാട് പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്ന പുതിയ ലോകവും പുതിയ ഭൂമിയും ദൈവരാജ്യം സംസ്ഥാപിതമാകുന്നതിൻ്റെ സൂചനകളായിട്ട് അവതരിപ്പിക്കുമ്പോൾ പഴയ നിയമത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ ഇതിനുള്ള ഒരുക്കമായിട്ടാണ് നമ്മൾ കാണുക. ദൈവം തൻ്റെ ജനതയെ ഇസ്രായേൽ എന്ന ജനതയിലൂടെ രൂപപ്പെടുത്തി തൻ്റെ രക്ഷാകര പദ്ധതികൾ ഈ ജനതയിലൂടെ പൂർത്തീകരിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ആ പൂർത്തീകരണത്തിന് പ്രത്യേകമായ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ചരിത്രമുണ്ട്. അവിടെ തിന്മ പ്രവർത്തിക്കുന്നവരെ ദൈവം ശിക്ഷിക്കുകയും ശിക്ഷണത്തിലൂടെ കടത്തിവിടുകയും ചെയ്യുന്നത് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ തകരാതെ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇസ്രായേലിലൂടെ ദൈവം തൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൻ്റെ അടയാളമാണ്. അതിൻ്റെ ഒരു സൂചനയാണ് ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ കാണുക. മറ്റൊന്ന്, ദൈവം ഒരിക്കലും തൻ്റെ ജനത്തെ കൈവിടില്ല. അവിടുത്തെ ശക്തിയിലും കാരുണ്യത്തിലും ദൈവം തൻ്റെ ജനത്തെ നിരന്തരം സംരക്ഷിക്കുമെന്ന് ഇസ്രായേലിനെ എപ്പോഴും സദാകാലം ഓർമ്മിപ്പിക്കുന്നതാണ് ഉൽപ്പത്തിയുടെ ആദ്യ 11 അധ്യായങ്ങൾ. കാരണം തിന്മ പ്രവർത്തിച്ചവരെ ഒരിക്കലും കൈവിടുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നില്ല. ആദവും ഹവ്വയും തെറ്റ് ചെയ്യുമ്പോൾ പോലും അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അതിന് കെരൂബുകളുടെ കാവലേർപ്പെടുത്തി എന്നൊക്കെ വായിക്കുമ്പോൾ നമുക്കത് വളരെ നെഗറ്റീവായ അർത്ഥത്തിലായിരിക്കും ചിലപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ശരിക്കും അതങ്ങനെയല്ല. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കി മനുഷ്യൻ രക്ഷിക്കപ്പെട്ടവനായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ദൈവം ആ സമയം വരെ ഏദൻ തോട്ടം മനുഷ്യന് വേണ്ടി കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ അടയാളമാണ്. ഏദൻ തോട്ടം ഭദ്രമാക്കി കെരൂബുകളുടെ കാവലേർപ്പെടുത്തി ദൈവം അതിനെ സൂക്ഷിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത വിപ്രവാസത്തിലൂടെയും സമാനമായ മറ്റനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഇവർക്ക് വേണ്ടി രക്ഷയുടെ പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇസ്രായേൽ ജനതയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഭാഗങ്ങൾ. പിന്നീട് കായൻ സഹോദരനെ കൊന്ന് പാപിയായി തെറ്റുകാരനായി മാറുമ്പോഴും അവനെ മറ്റുള്ളവർ ഉപദ്രവിക്കാതിരിക്കാൻ അവൻ്റെ മേൽ ഒരു മുദ്ര ചാർത്തുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ 11 അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്നത് ഇസ്രായേൽ എന്ന ജനത്തിൻ്റെ അനുഭവങ്ങളുടെ മറ്റൊരു അവതരണമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇവരുടെ ദൈവം കരുണയുടെയും സ്നേഹത്തിൻ്റെയും ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ജനതയാണ് തുടർന്ന് വരുന്ന എല്ലാ പുസ്തകങ്ങളും നമ്മൾ കാണുക. അവർക്ക് വീഴ്ചകളുണ്ടാകുന്നുണ്ട്, ആദത്തിനും ഹവ്വയ്ക്കും പറ്റിയതുപോലെ. അവർ ദൈവത്തിൻ്റെ ശിക്ഷണത്തിന് വിധേയരായി മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും അവരാരും ദൈവത്തിൻ്റെ വഴികളിൽ തകർന്ന് വീഴുന്നവരല്ല. ഇനി അങ്ങനെ വീഴാൻ പാടില്ല എന്നുകൂടിയാണ് ഇത് വായിക്കുന്ന അന്നത്തെ ജനതയ്ക്ക് ഈ ഗ്രന്ഥകർത്താവ് നൽകുന്ന സന്ദേശം. ഈ വിവരണങ്ങളുടെ മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന് ഒരു മുന്നറിയിപ്പായിട്ട് നൽകുന്ന ഒരു സന്ദേശമാണ്. ദൈവത്തെ ധിക്കരിച്ച് സ്വന്തം വഴികളിലൂടെ പോകുന്നവൻ അവൻ അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ ജനത്തിനെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നൊരു ഭാഗമാണ് ആദത്തിൻ്റെയും ഹവ്വയുടെയും കായൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ ചരിത്രം. അവിടെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന്, ദൈവത്തെ അനുസരിച്ചും വിധേയപ്പെട്ടും ജീവിക്കേണ്ടവരാണ് തങ്ങളെന്ന് ഇസ്രായേൽ ജനത്തിന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ഭാഗങ്ങൾ. കാരണം അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്,
നീതിമാന്മാരുടെ ഗണത്തിൽ പെടുന്നവരാണ്, മാത്രമല്ല ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ട ജനതയാണ്. അതുകൊണ്ട് രക്ഷാകര പദ്ധതിയിൽ അവർക്ക് വളരെ പ്രത്യേകമായൊരു സ്ഥാനമുണ്ടെന്ന് ഈ വിവരണങ്ങൾ അവരെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്.